നമസ്കാരം, കൂത്താട്ടുള്ള മിഷനിലേക്ക് സ്വാഗതം. കോഴിപ്പിള്ളി ശാസ്താ ക്ഷേത്രത്തിൽ സപ്താഹ യജ്ഞം തുടങ്ങി. കൂത്താട്ടുകുളം കോഴിപ്പിള്ളി കണ്ണീറ്റിൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞം തുടങ്ങി. വിശേഷ ദീപാരാധനയ്ക്ക് ശേഷം യജ്ഞാചാര്യ രാജേശ്വരി രാധാകൃഷ്ണൻ യജ്ഞവേദിയിൽ ദീപം തെളിയിച്ചു. KV മുരളീധരൻ, ജഗദീഷ് കുമാർ, S ദീപക്, ശാന്തകുമാരി, NC മുരളീധരൻ എന്നിവർ നേതൃത്വം നൽകി. ദിവസേന രാവിലെ 7-ന് വിശേഷാൽ പൂജ, ഉച്ചയ്ക്ക് 1-ന് അന്നദാനം, വൈകിട്ട് 6:15-ന് വിശേഷാൽ ദീപാരാധന എന്നിവ നടക്കും. 14-ന് യജ്ഞം സമാപിക്കും. 14-ന് രാവിലെ 9:30-ന് പുതുക്കളം ദിനേശൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സർപ്പപൂജ നടക്കും. 15-ന് രാവിലെ 9:30-ന് പുനഃപ്രതിഷ്ഠ വാർഷികത്തിന്റെ ഭാഗമായി കലാശാഭിഷേകം നടക്കും. തന്ത്രി മനേത്താറ്റിലത്ത് അനിൽ ദിവാകരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ രാമ 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 ഹരേ ഹരേ. നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല, മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളൂ കേട്ടോ. നമുക്ക് ചായ ഒന്ന് കുടിച്ച് നോക്കാം. സൂപ്പർ. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുകുളം കുഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ്. പ്രമുഖ ബ്രാൻഡായ വിക്കോയാട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.